ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ കൈവീസിലുണ്ടാക്കുന്ന കാണിക്കുന്ന 2 മുട്ട. അത് ഈ കരണ്ടിയിൽ ശരിക്കും ഒരു മുട്ടക്ക് ഒരു കരണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കരണ്ടി, അതേപോലെ പഞ്ചസാര, പിന്നെ ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി. ഇപ്പോൾ ഒരു കരണ്ടി പഞ്ചസാര ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ കരണ്ടി ഇട്ടേക്ക്. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം കലക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ 3 കരണ്ടി, അതേ കരണ്ടിയിൽ 3 കരണ്ടി മൈദപ്പൊടി ഇടണം. ആദ്യം 1 ഇട്ടിട്ട് കലക്കി പിന്നെ 2 ഇട്ടോ. ശരിക്കും ഫുള്ളായിട്ട് എടുക്കണം. കുറച്ച് കുറഞ്ഞ കൊണ്ടിട്ട് കുറച്ച് വെള്ളം പോലെ ഉണ്ടത്. എന്താ ശരിക്കും ഇങ്ങനെ ആദ്യം ഇട്ടിട്ട് നല്ല കലക്കിയിട്ട് വെള്ളം, അതായത് കുറച്ച് മുയിപ്പ് വരണം, അതായത് കട്ടിയാകണം. ലാസ്റ്റ് വെള്ളം പോലെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇനി ഒന്നും കൂടി 2 ഇടുന്നുണ്ട്. ആദ്യം 1 ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ 2 ഇടുന്നുണ്ട് മൈദപ്പൊടി. ഇട്ടിട്ട് ഒന്ന് കലക്കണം. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എസൻസ് ഇടാം. എസൻസ് ഇഷ്ടമാണെങ്കിൽ എസൻസും വീത്തിക്കുക, വെനില എസൻസ് നന്നായിട്ടുണ്ടാകും. മുട്ടൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു അര ടീസ്പൂണോ 1 ടീസ്പൂൺ ഇടാം. അത് നമ്മൾ ഇത് എടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. ഇതായിപ്പോൾ കണ്ട ഇങ്ങനെ വീത്തുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ടീസ്പൂണും കൂടി മൈദപ്പൊടി അതിലിടണം. കുറച്ച് കുറവാണ്. അങ്ങനെ ഇപ്പോൾ ചിരട്ട ഒന്ന് എടുത്തിട്ട് നല്ലോണം ക്ലീൻ ആക്കണം. ഒരു ഓട്ടം മാത്രം ഓപ്പൺ ആക്കിക്കാളി. അതിന് 3 കണ്ണില്ല, അതിൽ ഒരു കണ്ണ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ അടക്കുന്ന മാതിരി ഉണ്ടാവണം കേട്ടോ. ഉള്ളെല്ലാം നന്നാക്കി മേലത്തെ ചകിരിയെല്ലാം എടുത്തിട്ട് കുറച്ച് നനവ് ചെയ്ത് പറഞ്ഞാൽ ക്ലീൻ ആയിക്കോളും ചിരട്ട. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സോസിൻ്റെ ബോട്ടിലെല്ലാം അതുപോലെയും ചെയ്യാം. ഇത് പണ്ട് കാലത്ത് അവരെല്ലാം ചെയ്തത് ഈ ചിരട്ടയിലാണ്, കൈവീസൽ. ഇപ്പോൾ ഇത് ഒന്ന് വീത്തിക്കഴിഞ്ഞ് ഇന്നൊന്ന് വീത്തി കാണിച്ചു തരാം. ഒന്നിൻ്റെ മേലെ ഒട്ടാൻ പാടില്ല. ഇത് ചിലപ്പോൾ ഇങ്ങനെ നെലിഞ്ഞും കുളിഞ്ഞെല്ലാം വരും. നമ്മൾ കൈ ഇങ്ങനെ നോക്കി അതിനെ ചുറ്റിയെടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഇത് ശരിക്കും വന്നിട്ടുണ്ട്. കുറച്ച് ഇടവില വിട്ടിട്ട് ചുറ്റിയാൽ പിന്നെ ലാസ്റ്റ് നടുക്ക് കൊണ്ടുവന്ന് നിർത്തണം. എന്നാൽ അത് നമുക്കത് തിരിക്കുമ്പോൾ ശരിക്കും റൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മാല പോലെ അങ്ങനെ വന്നു പോകും. അപ്പോൾ അത് ഒരു പറ്റി പിടിക്കാനായിട്ടാണ് ലാസ്റ്റ് ലൈന് വന്നിട്ട് നടുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് തീർക്കണം അങ്ങനെ. എന്നിട്ട് നല്ല കുറച്ച് പൊന്തിയതിൻ്റെ ശേഷം കുറച്ച് വേഗമല്ലോ, കുറച്ച് ബ്രൗൺ ആയതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചിടാം മറ്റേ സൈഡിലേക്ക്. ഓക്കെ, ഇപ്പം മറിച്ചിട്ട് കഴിഞ്ഞ് ഇപ്പം നോക്കി നിങ്ങൾ അത് കുറച്ച് വേഗട്ടെ. പണി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഒരു ചിരട്ട ഉണ്ടെങ്കിൽ പണി കഴിയും. കുറച്ച് ഇതാക്കിയിട്ട് ഇതിൽ ഞാൻ ആപ്പസോഡ ഒന്നും ഇട്ടിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. കുട്ടികൾക്ക് നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയത്. വീട്ടിലേ ചെയ്യുന്നതല്ലേ, ആരോഗ്യത്തിന് ഒരു കേടും ഉണ്ടാവില്ല ഇതെല്ലാം കഴിക്കുമ്പോൾ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ബൈ, താങ്ക് യു.